ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. ഇന്ന് കാര്യമായിട്ട് അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ വെള്ളിയാഴ്ച സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണി തന്നെയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഞാൻ ഒരു സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ പൊരിച്ചതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഞാൻ മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, അയക്കൂറ ബിരിയാണി. അപ്പോൾ ഞാൻ അതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതിനല്ല, നെക്സ്റ്റ് പോയിട്ട് നല്ല മീൻ കിട്ടീനി, അയക്കൂറ കിട്ടീനി. അപ്പം അന്ന് അയക്കൂറ വാങ്ങിയിട്ട് ഞാൻ അതിൻ്റെ തലയും വാലും മുളകിട്ട് വെച്ച് പിന്നെ നല്ല പീസാടെ മാറ്റി വെച്ചിനല്ല. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കുന്ന മീൻ ബിരിയാണി പൊരിക്കാണ്ടാണ് വെക്കുന്നത്, മീൻ പൊരിക്കാണ്ട്. സാധാരണ ഞാൻ മീൻ പൊരിച്ചിട്ടാണ് വെക്കൽ, ഇന്ന് മീൻ പൊരിക്കാണ്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിതിൽ കുറച്ച് പുളിനാരങ്ങൻ്റെ നീര് പുരട്ടിയിട്ട് വെക്കുന്നതാണ്. അതാകുമ്പോൾ മീൻ അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അപ്പോൾ ഞാൻ മീൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടാതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നീളത്തിൽ മുറിച്ച ഉള്ളി ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കുക. ഞാനിവിടെ 3 ഉള്ളിയാണ് എടുത്തത്, 3 വലിയ ഉള്ളി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മീൻ ബിരിയാണി വെക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടി ആയിട്ട് ടേസ്റ്റ് തോന്നുന്നത് മീൻ പൊരിച്ചിട്ട് വെക്കുന്നതായിരിക്കും. അതാണ് കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റായിട്ട് തോന്നുന്നത്. പിന്നെ നമ്മൾ സാധാരണ മീൻ പൊരിക്കാണ്ട് വെക്കലില്ല, ചെമ്മീൻ വെക്കലുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെ അയക്കൂറ ആവോലിയെല്ലാം പൊരിച്ചിട്ടാണ് വെക്കൽ. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റൈൽ ഉണ്ടാക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ആ ഒരു സ്റ്റൈൽ ഉണ്ടാക്കുന്നതാണ്. പക്ഷേങ്കിൽ ഉമ്മ ഉണ്ടാക്കുന്നതാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേങ്കിൽ ഉമ്മാൻ്റെ അത്ര എനിക്ക് ആവില്ല, ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ചെമ്മീൻ നമ്മൾ സാധാരണ പൊരിക്കാണ്ട് വെക്കലുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ മീൻ എനിക്ക് തോന്നുന്നത് ഞാൻ വെക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് ഉമ്മാൻ്റെ തന്നെയാണെന്നു. അപ്പോൾ ഞാൻ ഉള്ളി വാട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ചിക്കനൊന്ന് കഴുകിയിട്ടെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ചിക്കനിവിടെ കഴുകിയിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊരിക്കേണ്ട ചിക്കനാണെന്നല്ല. ഇതവിടെ അടുപ്പത്താക്കിയാൽ പിന്നെ എനിക്ക് മസാലേൻ്റെ പണി കൊടുക്കാമല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഉള്ളി ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. പൊരിക്കേണ്ട ചിക്കൻ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാൻ സാധാരണ അധികം കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുക്കൽ. അപ്പോൾ ഞാൻ കഴുകി വെച്ച ചിക്കൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ മസാലപ്പൊടി, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടി, അതൊരു 2 ടീസ്പൂൺ നിറയെ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഈ പൊരിച്ചത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഈ പൊടി സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇത് ഹസ്ബൻഡ് കൊണ്ടുത്തന്നതാണ്, ചിക്കൻ ഫ്രൈ മസാല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ചിക്കൻ മസാല പൊടിയില്ല, അത് വെച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിനെ ഈ ഒരു ചിക്കൻ പൊരിച്ചത്. അപ്പോൾ ഇത് നമ്മളെ ഉള്ളിയുടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഈ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതെല്ലാം ഞാൻ സാധാരണ എടുക്കുന്ന അളവ് തന്നെയാണ്. ഞാൻ അധികം 3 സവാളക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, പിന്നെ വേണ്ടത് 10 12 പച്ചമുളക്. അതിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ടെടുക്കാം. പിന്നെ തക്കാളി ഞാനൊരു 3 തക്കാളിയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടില്ല, അപ്പോൾ അത് വെന്തിട്ടുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മസാല എല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെ ജാറിൽ തന്നെ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാലപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പുളിനാരങ്ങൻ്റെ നീര് പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലേശം ഇട്ട് കൊടുത്തിന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മസാലയിൽ മീനിൻ്റെ മുകളിലേക്കൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് ഈ മീൻ വേകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. അതിന് പുളിനാരങ്ങൻ്റെ നീരും പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം.
നാരങ്ങ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കയ്യിലിട്ടിട്ട് ഇളക്കിയാൽ പിന്നെ മീനെല്ലാം അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ ഇത് നമ്മളെ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ചോറ് ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ചോറ് വെക്കുന്നതിൽ ഞാൻ കുറേ വീഡിയോയിൽ ഇട്ടിന്, അതുകൊണ്ട് ഞാനിതിൽ കാണിക്കുന്നില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ദമ്മാക്കുന്നതിൻ്റെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ദമ്മിടുന്നതിൻ്റെ വീഡിയോ വരെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ കുറച്ച് പാത്രം കഴുകാനുണ്ട്, അതെല്ലാം ഒന്ന് കയറ്റെടുത്ത് അതിന് ശേഷം പിന്നെ ഞാൻ ചോറ് വന്നതിന് ശേഷമാണ് ദമ്മിട്ടത്. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിട്ടില്ല. ചോറ് കഴിച്ച് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, എനിക്ക് എൻ്റെ തോന്നലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ വെച്ചത്ര ടേസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഹസ്ബൻഡ് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാണ്ടും മീൻ ഫ്രൈ ചെയ്തിട്ടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പോയത് ഷർഫ് ബീച്ചിലേക്കാണ്, പിന്നെ ഇവിടെ ടൈം സ്ക്വയറിൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയത്. അപ്പോൾ മക്കൾ കുറേ നാളായി പറയുന്നത് ഇവിടെ ഒന്ന് പോകണമെന്ന്. അങ്ങനെ നമ്മൾ അവിടെയാണ് പോയത്. അങ്ങനെ മക്കൾ പിന്നെ ഇവിടുന്ന് കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് കറാമയിലേക്കാണ്. അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്, അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട്. അപ്പോൾ അവിടെ ഫുള്ള് വെജിറ്റേറിയനാണ്. അപ്പോൾ നമ്മൾ കഴിച്ചത് മസാല ദോശ അങ്ങനത്തെ എല്ലാമാണ്. പിന്നെ മഷ്റൂം മസാലയും പൊറോട്ടയും വാങ്ങിന്. അപ്പോൾ അവിടുത്തെ മഷ്റൂം മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ അതിൻ്റെ അരിയത്തൊരു എക്സിബിഷൻ ഹാൾ പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് നേരം കറങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിന്. അങ്ങനെ കുറേ നേരം കറങ്ങാൻ നിന്നിട്ടില്ല. കുറച്ച് നേരം ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കറങ്ങിയിട്ട് പിന്നെ നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.